നമസ്കാരം, ഗുൽമോഹർ എഡ്യൂ ടി വിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ്. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്നും പ്രത്യേക സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിൽ ആണെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ്. അതിനാൽ തന്നെ വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് KSEBക്ക് നൽകിയാൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിരക്ക് വർധനവ് സംബന്ധിച്ച ഉത്തരവ് ഈ ആഴ്ച തന്നെ പുറത്തിറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. നവംബറിൽ നിരക്ക് വർധനവ് പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നീട്ടിവെക്കുകയായിരുന്നു. നിലവിലെ നിരക്ക് നവംബർ 30 വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബർ 1 മുതൽ പുതിയ നിരക്കിന് പ്രാബല്യം നൽകിയാകും തീരുമാനം ഉണ്ടാവുക. വൈദ്യുതി വാങ്ങൽ ചെലവിലുണ്ടായ വർധനവ്, വർദ്ധിക്കുന്ന പ്രവർത്തന പരിപാലന ചെലവുകൾ, മൂലധന നിക്ഷേപ പദ്ധതികൾക്കുള്ള ചിലവ് എന്നിവ കണക്കാക്കുമ്പോൾ നിരക്ക് വർധനവ് അനിവാര്യമാണ് എന്നാണ് KSEBയുടെ വാദം. 2024-25 മുതൽ 2026-27 വരെ ജനുവരി-മെയ് കാലയളവിൽ സമ്മർ താരിഫ് ആയി യൂണിറ്റിന് 10 പൈസ വീതം അധികം ഈടാക്കാൻ അനുവദിക്കണം എന്നതാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി KSEB ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യം. KSEBയുടെ നിരക്കുയർത്താനുള്ള ആവശ്യത്തിനെതിരെ നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കെടുകാര്യസ്ഥത മൂലമുള്ള ബാധ്യത ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. ഇതിനിടെ നിരക്ക് വർധനവിനെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയത് KSEBക്ക് ആശ്വാസമാവുകയും ചെയ്തു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലടക്കം കാര്യക്ഷമമായി ഇടപെടാതെ ചെലവുകളുടെ ഭാരം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നുവെന്ന വിമർശനമാണ് KSEBക്കെതിരെ ഉയരുന്നത്.